ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജഗദീഷേട്ടൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വൈറലാവുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇന്നലെ വിമൻസ് കോളേജിൽ പോയിട്ടുള്ള ഒരു ഡാൻസ്, അതിൻ്റെ ഒക്കെ കമൻസിനകത്ത് വരുന്നത് ഈ മനുഷ്യൻ എവിടെ നിന്ന് ഇത്ര എനർജി കിട്ടുന്നേ, ചാക്കോച്ചൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നു. അത് സത്യം പറയട്ടെ, ഞാൻ പറയാലോ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു 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 സ്പിരിറ്റ് വേണം. നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ, ഈ പ്രൊമോഷൻ, ഇവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിലേ ഇത് നന്നാവുള്ളൂ. അല്ലാതെ ഇത് ഇനി എത്ര മിനിറ്റ് എന്ന് ഇങ്ങനെ കൂടെ കൂടെ വാച്ച് നോക്കിക്കൊണ്ടിരുന്ന സ്പിരിറ്റ് ഇല്ല. അവിടെ വിമൻസ് കോളേജിൽ നമ്മൾ ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ആണ്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് എങ്ങനെ ആ ഇവന്റ് എങ്ങനെ ഗംഭീരമാക്കാന്നുള്ളതാണ് അതിന്റെ എന്റെ മനസ്സിലുള്ള ചിന്ത. അപ്പൊ രണ്ടു വാക്കൊക്കെ സംസാരിച്ചതിന് ശേഷം ചാക്കോച്ചൻ ഡാൻസ് കളിക്കണം എന്ന് വിദ്യാർത്ഥിനികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ചാക്കോച്ചൻ ഡാൻസ് കളിച്ചു. അപ്പൊ ഞാൻ കുറച്ചു നേരം അങ്ങ് ബാക്കിലും നോക്കിയാൽ, വീഡിയോ നോക്കിയാൽ കാണാം, ബാക്കിലും ഞാൻ ഇങ്ങനെ താളം പിടിച്ച് നിൽക്കുന്നതാണ്. ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നി നമുക്കും കൂടെ ഒന്ന് ഞാനും അങ്ങ് ഡാൻസ് ചെയ്തു. അപ്പൊ അത് ഒരു 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 എനർജി കൊണ്ടുവരുന്ന എനിക്ക് തന്നെ തോന്നി. എനിക്കുള്ള എനർജിയെക്കാളും അപ്പുറം ആ ഫംഗ്ഷൻ ഒന്നുകൂടെ കൊഴിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അത് സത്യമായി ഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വിജയിക്കുകയും ചെയ്തു. അതിന്റെ പേര് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്റെ മോള് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് എന്തൊരു ഡാൻസ് ആണ്. വിശ്വസിക്കാൻ പറ്റും ഇത്രയും നാള് കണ്ട്. കാരണം ഇപ്പം ഹ്യൂമറസ് ആയിരുന്നു ഇത്രയും നാള് ജഗദീഷേട്ടൻ ചെയ്തു. അതിൽ നിന്നൊരു ബ്രേക്ക് ആയിട്ട് ക്യാരക്ടർ റോൾ വരുന്നു, ഇമോഷൻസ് വരുന്നു. നമ്മൾ ആരും കാണാത്തൊരു ജഗദീഷേട്ടനെയാണ് നമ്മൾ അതിൽ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗോഡ് ഫാദർ കണ്ടു, ഒന്ന് വെറുതെ ഇരുന്ന് കണ്ടു. അതിനകത്തെ ജഗദീഷേട്ടനല്ല ഇപ്പൊ മാർക്കോയിലുള്ള ജഗദീഷേട്ടൻ, വ്യത്യസ്തമായി. നമുക്ക് ഇതെങ്ങനെ പറ്റുന്നു എന്നൊരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അല്ല, മാർക്കോയിലെ ടോണി ഐസക്കിന് വിമൻസ് കോളേജിൽ ഇതേപോലെ ഫംഗ്ഷന് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ലേഷന്റെ സംഭവമില്ലേ. നേരെ വിളിച്ച് ഞാൻ ടോണി ഐസക്കാണ്, ഇനി അത്തരത്തിലുള്ള ഡാൻസ് ഒന്നുമില്ല, ഇനി ഒന്നുമില്ല, ഞാൻ ക്യാരക്ടർ ഡാൻസ് കളിക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞിരുന്നാ പോയി ഡാൻസ് കളിക്കണോ എന്ന് പറയുന്നതാണ് ഞാൻ. അപ്പൊ ആ എന്റെ സെൽഫിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ റെഡിയല്ല. ഇതൊരു തിരിച്ചുവരവായിട്ട് നമുക്ക് ഞാൻ ജഗദീഷേട്ടന്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയപ്പം 80s തൊട്ട് ചേട്ടൻ ലൈവായിട്ട് സിനിമയിലുണ്ട്. ഈ 2025 വരെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം പോലും സിനിമ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ജഗദീഷേട്ടൻ. അതിന്റെ ഇടയ്ക്ക് ആങ്കറിങ്ങിന് ഒന്ന് നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ ഒന്ന് ആങ്കർ അല്ല, എനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വേഷം കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് ടി വി കൊടുത്തുള്ള സത്യമാണ്. അപ്പൊ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ചീഫ് ജഡ്ജായിട്ട് 10 കൊല്ലം ബോറടിക്കാതെ ഞാൻ അവിടെ കണ്ടിന്യൂ എന്നുള്ള ഒരു രസം. അതിന്റെ ഇടയ്ക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കുമായിരുന്നു. ആ സിനിമ അഭിനയിക്കുമ്പോൾ എന്റെ ടെൻഷൻ എന്ന് പറയുന്നത് കോമഡി സ്റ്റാർസിന് ഒരു ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞിരുന്നാൽ പിന്നെ ചിലപ്പോൾ നല്ല സിനിമ വന്നാൽ പോലും ഞാൻ ഈ ഡേറ്റ് പിന്നെ തെറ്റിക്കില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ബാക്കിയുള്ള ഇത്തരത്തിലുള്ള ആ റിയാലിറ്റി ഷോ ചെയ്യുന്നവരെല്ലാം തന്നെ സിനിമ വരുമ്പോ ഇത് ഇട്ടിട്ട് അങ്ങ് പോകും. ഞാൻ ഒറ്റ ഡേറ്റ് തെറ്റിച്ചിട്ടില്ല. അതെന്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ ആർക്ക് ആദ്യം ഡേറ്റ് കൊടുക്കുന്നോ അവർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും ചിലപ്പോൾ. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമ വരുമ്പോൾ പിന്നെ പ്രൊഡ്യൂസർ പറയും റിമീന്റെ അടുത്തൊന്ന് സംസാരിക്കും, ചേട്ടൻ റിമിയുടെ ഡേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടന് ആ അഡ്ജസ്റ്റ്മെന്റ് മാറ്റിത്തരാം. റിമിയുടെ ചോദിക്കുമ്പോൾ റിമി അയ്യോ ചേട്ടാ എനിക്ക് ഗാനമേള ഉണ്ട്, അപ്പൊ വീണ്ടും ഡേറ്റ് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഈ സിനിമ വേണ്ടെന്ന് വെക്കും. അങ്ങനെ സിനിമ വേണ്ടെന്ന് വെച്ചാൽ കുറെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോ അതുകൊണ്ടാണ് റിയാലിറ്റി ഷോയിലോ അത്തരത്തിലുള്ള TV ഷോസിലോ പെർമനന്റ് ആയിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്റെ സിനിമയെ ബാധിക്കും. അപ്പൊ സിനിമയിൽ ബാധിക്കുന്നുള്ള എന്റെ റോൾസ്, നല്ല റോൾസ് നഷ്ടപ്പെടും. രണ്ടാമത് സിനിമയോട് ഞാൻ കാണിക്കുന്ന ദ്രോഹമാണ്. ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ പങ്കെടുത്ത് വലിയൊരു ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര കുഴപ്പിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് TV ഷോസ് വിട്ടിട്ടില്ല. ഗസ്റ്റ് ആയിട്ട് പോവാം, ഒരു ദിവസത്തെ വർക്ക്. അത് ഞാൻ എനിക്ക് ഫ്രീ ആവുന്ന ദിവസം നോക്കി ഞാൻ വർക്ക് ചെയ്യും. അപ്പൊ ടിവിയോടുള്ള എന്റെ ആ പാഷൻ ഞാൻ അത് വിട്ടിട്ടില്ല. ടിവിയിൽ ഇന്നും ഒരു കാലം ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്, പണ്ടത്തെ പോലെ ഫുൾ ടൈം ആയിട്ട് ഇല്ല. അങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയ എന്തെങ്കിലും സിനിമകളോ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ വല്ലതും വരുന്നുണ്ടോ ചേട്ടന്റെ? ഉണ്ട്, വേഷങ്ങളുണ്ട്. അത് ഞാൻ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചിരുന്നാല് അതിൽ എനിക്ക് വേണ്ടി പകരം ചെയ്ത ആരാണെന്നൊക്കെ അത് അവർക്ക് എനിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെന്നുള്ള അറിയുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാൻ വേറെ ആർക്കെങ്കിലും പകരക്കാരനായി അഭിനയിച്ചിട്ടുള്ള കാര്യം എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. പക്ഷെ വേറെ എന്റെ വേഷം, എനിക്ക് വെച്ചിരുന്ന വേഷം വേറൊരാൾ ചെയ്യുമ്പോൾ അത് എനിക്ക് വെച്ചിരുന്ന വേഷമാണ് കേട്ടോ എന്ന് ഞാൻ പറയാറില്ല. അത് ഞാൻ ഒരിക്കലും പറയാറില്ല, പറയാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് എന്റെ ഒരു നേച്ചറല്ല. അത് ഞാൻ അവര് പറയുമ്പോൾ തന്നെ ഞാൻ പറയാം ഓഹോ എന്റെ മനസ്സിലറിയാം എനിക്ക് വന്ന വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രിഫറൻസ് അത് സിനിമയിലൊക്കെ സ്വാഭാവികം. ചിലപ്പോൾ എനിക്ക് വന്നിട്ടുള്ള പല വേഷങ്ങളും പിന്നെ എനിക്ക് പകരം കലാഭവൻ മണി 6-ാം തമ്പുരാനിൽ വന്നിട്ടുണ്ട്. രാവണ പ്രഭുവില് കലാഭവൻ മണിക്ക് വെച്ചിരുന്ന വേഷം എനിക്ക് വന്നിട്ടുണ്ട്. ഓടത്തമ്മ വളരെയാമല് ജഗതിച്ചേട്ടന് വെച്ചിരുന്ന വേഷമാണ് പിന്നീട് ഞാൻ ചെയ്തത്.
അപ്പൊ അങ്ങനെ ജഗതി ചേട്ടന് പകരക്കാരനായിട്ട് ഞാൻ ഒരുപാട് പടത്തിൽ വന്നിട്ടുണ്ട്. ഇന്നസെന്റ് ചേട്ടന് പകരക്കാരനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് ക്ലാഷ് ആകുമ്പോൾ എനിക്ക് പകരക്കാരനായി വേറെ നടന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിനിമയിൽ സ്വാഭാവികം മാത്രം. അതിനകത്ത് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ കരുതുന്നത് വെച്ചാൽ ജഗതി ചേട്ടനോ ഇന്നസെന്റ് ചേട്ടനോ നെടുമുടി വേണുവിനോ ഒക്കെ പകരക്കാരനായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഏകദേശമൊക്കെ എവിടെയെങ്കിലും പകരക്കാരനായിട്ട് പറ്റുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സന്തോഷം. അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്താൽ മതി.